നമസ്കാരം, ന്യൂസ് 7 TV വാർത്തയിലേക്ക് സ്വാഗതം. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നതായി കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് ന്യൂസ് 7 TVയോട് പറഞ്ഞു. UDF അംഗമായ സിന്ധു അരവിന്ദ് പാർട്ടിയിലെ ധാരണയെ തുടർന്നാണ് 1.5 വർഷത്തിന് ശേഷം രാജിവെച്ച് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത്. തന്റെ പ്രവർത്തന കാലയളവിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞെന്നും അതിന് തന്നോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ജീവനക്കാർ, പഞ്ചായത്തിലെ വോട്ടർമാർ തുടങ്ങി എല്ലാവർക്കും പ്രസിഡന്റ് നന്ദി രേഖപ്പെടുത്തി. തുടർന്നും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും അവർ അറിയിച്ചു. മുൻപ് പ്രസിഡന്റായിരുന്ന UDF അംഗം മിനി ബാബു ധാരണയെ തുടർന്ന് 2 വർഷത്തിന് ശേഷം രാജിവെച്ച സാഹചര്യത്തിലാണ് സിന്ധു അരവിന്ദ് ചുമതലയേറ്റത്. അടുത്ത ദിവസം UDFിലെ തന്നെ മായ കൃഷ്ണകുമാറിനെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. പാർട്ടിയുടെ ധാരണയനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം ഏകദേശം 1.5 വർഷത്തോളം പൂർത്തീകരിക്കുകയാണ്. ഈ പൂർത്തീകരണ വേളയിൽ പ്രിയമുള്ള എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രസ്താവനയുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന മിനി ബാബുവിൻ്റെ 2 വർഷത്തെ കാലയളവിന് ശേഷം കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻ്റായിട്ട് സ്ഥാനമേൽക്കുമ്പോൾ ഒട്ടനവധി പദ്ധതികൾ പൂർത്തീകരിക്കുവാനും പുതിയ പദ്ധതികൾക്ക് ആവിഷ്കാരം കൊടുക്കുവാനുമായിട്ട് നമുക്ക് ഉണ്ടായിരുന്നു. അതിനെ ഒരുമിച്ച് പ്രവർത്തിച്ച ഭരണസമിതിയോടും പഞ്ചായത്ത് സ്റ്റാഫിനോടും ജനങ്ങളോടുമുള്ള, ബഹുമാന്യരായ ജനങ്ങളോടുമുള്ള സ്നേഹവും കടപ്പാടും ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ട്, നമുക്കറിയാം പദ്ധതികളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പദ്ധതിയായിരുന്നു കൂവപ്പടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രിമിറ്റോറിയം നിർമ്മാണം. അതിന് തറക്കല്ലിട്ടതിന് ശേഷമുള്ള ബാക്കി ബിൽഡിംഗ് കൺസ്ട്രക്ഷനും ഫർണിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പുരോഗതിയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ നിർമ്മാണ പ്രവർത്തികളും തീർന്നിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി നമുക്ക് അതിന് ചെയ്തു തീർക്കാനുള്ളത് അതിലേക്കുള്ള റോഡിൻ്റെ നിർമ്മാണമാണ്. അത് എത്രയും പെട്ടെന്ന് തീർത്ത് ഭരണസമിതി അത് ഒരു വലിയൊരു ചടങ്ങ് നടത്തി, അത് ഉദ്ഘാടനം നടത്തി അതിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനാണ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യ മേഖലയിലും കാർഷിക മേഖലയിലും ഉൽപ്പാദന മേഖലയിലും അതുപോലെ വയോജനങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും SC കുടുംബങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും നമ്മൾ ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ട പദ്ധതികൾ ആവിഷ്കരിച്ച് ഫണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സുഗമമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി ഭരണസമിതിയുടെ കൂടെ നിന്നുകൊണ്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ കാര്യം, നമ്മുടെ വളരെ മനോഹരമായ ഒരു പ്രൈവറ്റ് ആശുപത്രിക്ക് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാക്കി മാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഭരണസമിതി ഒന്നടങ്കം ഫണ്ടുകൾ ചെലവഴിച്ചുകൊണ്ട് അത് മനോഹരമാക്കുന്നതിനുള്ള പ്രവർത്തനം നടത്തി. അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുടെ സേവനത്തിൻ്റെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് കായകൽപ്പം അവാർഡ്, നാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഭരണസമിതിയുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ പറയട്ടെ, നമുക്കറിയാം നമ്മുടെ ബഡ് സ്കൂൾ ഇപ്പം നിലവിൽ വളരെ ചുരുങ്ങിയ ഒരു ബിൽഡിങ്ങിലാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാന്യനായ MLA എൽദോസ് കുന്നപ്പള്ളി അവർ അത് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം പെട്ടെന്ന് തന്നെ 40 ലക്ഷം രൂപ അനുവദിക്കുകയും അതിന് ഭരണാനുമതി നൽകുകയും അത് ടെൻഡർ നടപടികൾ ഉടനെ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സുരക്ഷിതരായിട്ട് എത്തുന്നതിന് വേണ്ടി ഒരു വാഹനം കൂടി ബഹുമാന്യനായ MLA നമുക്ക് വാഗ്ദാനം ചെയ്ത് അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്കറിയാം, 100 വീട് ഉൾപ്പെടെ അങ്ങനെയുള്ള ഓരോ പദ്ധതികളും നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ കാലയളവിനുള്ളിൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് പ്രയോജനകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആദ്യമേ നന്ദി പറയേണ്ടത് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ബഹുമാന്യരായ ജനങ്ങളോടാണ്. അവരോടുള്ള സ്നേഹവും കടപ്പാടും എപ്പോഴും മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനത്തിൽ ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഈ കാലയളവ് തീരുന്നത് വരെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള പ്രത്യേക നന്ദിയും, എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഇത് ഒരു ക്ഷമ പറഞ്ഞുകൊണ്ടും ഇനി മേലിലും ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം.